നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നു പകൽ സംഭവിച്ചത്. വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ്. നയത്തിൽ നയപ്രഖ്യാപനം. സർക്കാരിന്റെ ആശങ്കയും പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷയും അസ്ഥാനത്താക്കിയുള്ളതായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർഡേക്കറുടെ കേരള നിയമസഭയിലെ കന്നി നയപ്രഖ്യാപനം. മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചാണ് സഭയിലേക്ക് ആനയിച്ചത്. ആരോഗ്യ, വിദ്യാഭ്യാസ, വികസന രംഗങ്ങളിലെ മുന്നേറ്റം എണ്ണിപ്പറഞ്ഞ ഗവർണർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ ആശങ്ക പടരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പുതിയ നീക്കങ്ങളിൽ ആശങ്ക. ചില വ്യവസ്ഥകളിൽ നിന്ന് ഹമാസ് പിന്മാറിയെന്ന് ആരോപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗം വൈകുമെന്ന് പ്രഖ്യാപിച്ചു. വെടിനിർത്തലിന് ധാരണയായ ശേഷം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 81 പേർ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സംയുക്ത സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലായിരുന്നു മരണം. പാറശാല ഷാരോൺ കൊലക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽകുമാറിനും കുറ്റവാളികൾ. ശിക്ഷ നാളെ വിധിക്കും. ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിച്ചു. ആശുപത്രിയിൽ നിന്ന് വീട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ ഇരുത്തിക്കൊണ്ടാണ് മൃതദേഹം കൊണ്ടുവന്നത്. തുടർന്ന് നേരത്തെ തയ്യാറാക്കിയ സമാധിക്കടുത്തു തന്നെ പുതിയ കല്ലറ കെട്ടി സംസ്കരിക്കുകയായിരുന്നു. 100ഓളം പേർ സംസ്കാരത്തിൽ പങ്കെടുത്തു. ചേന്നമംഗലം കൂട്ടക്കൊല. അയൽവാസി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ വേണു, ഉഷ, വിനീഷ എന്നിവരുടെ സംസ്കാരം നടത്തി. വിനീഷയുടെ ഭർത്താവ് ജിതിൻ അതിക്രമത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പ്രതി ഋതു ജയൻ കൊടും ക്രിമിനൽ എന്ന് പോലീസ്. സഹോദരിയെ കളിയാക്കിയതിലെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി ഋതു ജയൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും മരുന്ന് ക്ഷാമം എന്ന ആക്ഷേപം.